فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله إلى كافة الخلق بشيرا ونذيرا وداعيا إلى الله بإذنه وسراجا منيرا أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وهو الذي أنزل من السماء ماء بقدر فأسكناه في الأرض وإنا على ذهاب به لقادرون صدق الله مولانا العظيم وصدق وبلغ الرسول النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. الله سبحانه وتعالى നമ്മുടെ ജീവിതത്തിൽ വലുതുമായ പാപങ്ങൾ പരിപൂർണമായി നാം പാർട്ടികളാണ്. ജീവിക്കുന്നത്രയും കാലം അള്ളാഹുവിന്റെ പ്രതിമ കാണിച്ചുകൊണ്ട് മാത്രമായ ജീവിതത്തിന്റെ മുഴുവൻ മേഖലകളിൽ പൂർണ്ണമായി അംഗീകരിച്ചുകൊണ്ടും അനുസരിച്ചുകൊണ്ടും പിൻപറ്റിക്കൊണ്ടും ജീവിക്കുവാനും നന്മകളുടെ വഴികൾ തിരഞ്ഞെടുക്കുവാനും തിന്മയുടെ വഴികളെ പരിപൂർണമായ ജീവിതത്തിൽ നിന്ന് വർദ്ധിക്കുവാനും അവസാനം പരിപൂർണ ഈമാനോടെ യഥാർത്ഥ സാഹിത്യമായി ഈ ലോകത്ത് നിന്ന് വിട പറയാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്കും നാമുമായി ബന്ധപ്പെട്ടവർക്കും ലോക ഉമ്മത്തിന് തോഫീക്ക് നൽകാൻ ഉദ്ദേശിക്കുന്നതാണ്. പ്രിയപ്പെട്ട സഹോദരനെ, അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ ഒരുപാട് ജീവിതത്തിൽ അനുഭവിക്കുന്നവരാണ്. ജീവിതത്തിന്റെ ഓരോ നിമിഷങ്ങളിലും ഓരോ ഘട്ടങ്ങളിലും ഓരോ സന്ദർഭങ്ങളിലും അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ നാം ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അനുഗ്രഹങ്ങൾ എങ്ങനെയാണ് ഒരിക്കലും എണ്ണി തീർക്കാൻ കഴിയില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പരിശുദ്ധ ഖുർആൻ കൂടി നമുക്ക് പറഞ്ഞു മനസ്സിലാക്കിയത്. നിങ്ങൾ അല്ലാഹുവിന്റെ അനുഗ്രഹത്തെ എണ്ണാൻ ശ്രമിച്ചാൽ എണ്ണി ഇത്ര അനുഗ്രഹങ്ങളാണ് അല്ലാഹു നൽകിയിട്ടുള്ളത് എന്ന് എണ്ണിയൊന്ന് മെച്ചപ്പെടുത്തണമെന്ന് വിചാരിച്ചാൽ നിങ്ങൾക്ക് ഒരിക്കലും അതിന് സാധ്യമല്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അടിവരയിട്ടുകൊണ്ട് പരിശുദ്ധ ഖുർആൻ നമുക്ക് മനസ്സിലാക്കി. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, നിങ്ങൾക്ക് എന്ത് അനുഗ്രഹങ്ങൾ ഈ ലോകത്ത് ലഭിക്കുന്നുണ്ടെങ്കിൽ അത് ഭൗതികമാകട്ടെ, ആരോഗ്യപരമായി ഉള്ള അനുഗ്രഹങ്ങളാകട്ടെ, സൗന്ദര്യമാകട്ടെ, സമ്പത്താകട്ടെ, ഭൂമിയിൽ നിങ്ങൾക്ക് ജീവിക്കുന്നതിന് വേണ്ടി വരുന്ന വിഭവങ്ങളാകട്ടെ എന്ന് വേണ്ട ഏത് അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് ലഭിക്കുന്നത് അല്ലാഹുവിന്റെ ഭാഗത്തു നിന്ന് മാത്രമാണ്. അല്ലാഹുവിൽ നിന്നല്ലാതെ ഒരു അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് ലഭിക്കുന്നില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ പലപ്പോഴും നാം അല്ലാഹുവിന്റെ അനുഗ്രഹമാണ് എന്ന് പോലും ആ അനുഗ്രഹങ്ങളെ കുറിച്ച് തിരിച്ചറിയാതെയുള്ള ജീവിതമാണ് നയിച്ചുകൊണ്ടിരിക്കുന്നത്. അത് തിരിച്ചറിയാൻ നമുക്ക് തന്നെ നമുക്ക് സാധിക്കുന്നില്ല. പലപ്പോഴും ജീവിതത്തിൽ നാം അനുഭവിക്കുന്ന പല സുഖങ്ങളും പല സന്തോഷങ്ങളും അതൊക്കെ അല്ലാഹുവിന്റെ അനുഗ്രഹമാണ് തിരിച്ചറിയുന്നതിന് പോലും നാം സമയം കണ്ടെത്തുന്നില്ല എന്നത്
സത്യത്തിൽ ആ അനുഗ്രഹങ്ങളോട് കാണിക്കുന്ന നന്ദികേടായി പരിഗണിക്കപ്പെടും. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദി രേഖപ്പെടുത്തുന്നവർക്കും അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദി രേഖപ്പെടുത്തുന്നവർക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല ആ അനുഗ്രഹങ്ങളെ വർദ്ധിപ്പിക്കുന്നുണ്ട്. ലഇൻ ശകർതും ലഅസീദന്നകും വലഇൻ കഫർതും ഇന്ന അദാബി ലശദീദ്. നിങ്ങൾ നന്ദി രേഖപ്പെടുത്തുന്നവർക്ക് ലഅസീദന്നകും വളരെ പറഞ്ഞ ഭാഷ ഭയങ്കര പ്രയോഗങ്ങളാണ്. ലഅസീദന്നകും അറബി ഭാഷയിൽ വളരെ തീർച്ചയായും നടക്കുമെന്ന് ഉറപ്പായും സംഭവിക്കുമെന്ന് പ്രയോഗിക്കുന്നതിന് വേണ്ടി പ്രയോഗിക്കുന്ന ശൈലിയാണ് ഒന്ന് തുടക്കത്തിൽ ഒരു ലാഭ അള്ളാഹുവിനെ കൊടുക്കുന്നത്. അവസാനം ശബ്ദങ്ങൾ കൂട്ടിയെടുത്തിട്ടുണ്ട്. ശരിക്കും അസീദു എന്ന് പറയാമോ? ഞാൻ പറഞ്ഞിട്ടുണ്ട്. ശബ്ദം ഇവിടെ പറഞ്ഞത് അസീദന്നകും തീർച്ചയും തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞിരിക്കുന്നത്. തീർച്ചയും തീർച്ചയായും രണ്ട് പ്രശ്നമുള്ള ആ ഒരൊറ്റ വാക്കിൽ കൊടുത്തിരിക്കുന്നത് അസീദന്നകും തീർച്ചയായിട്ടും ഞാൻ ആഗ്രഹങ്ങൾ ഓർമ്മിച്ചിട്ടുണ്ട്. പക്ഷെ മറുപടി കഥാർത്ഥന പറഞ്ഞത് വലയിൻ കഫർത്തും, അഥവാ നിങ്ങൾ നന്ദികേടാണ് കാണിക്കുന്നതെങ്കിൽ അനുഗ്രഹം കുറച്ചുകളെയൊന്നല്ല അള്ളാഹുത്താല പറഞ്ഞത്. വലയിൻ കഫർത്തും, നിങ്ങൾ നന്ദികേടാണ് കാണിക്കുന്നതെങ്കിൽ ഇന്ന് അദാബിയുടെ ശരീരം എന്റെ ശിക്ഷ കടുത്തതാണ് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക എന്ന ഒറ്റ താക്കീതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വാർത്ത നടത്തുകയാണ്. ഇത് അല്ലാഹുവിന്റെ ശൈലിയാണ്. അനുഗ്രഹങ്ങളെ വിലമതിക്കുമ്പോൾ, അനുഗ്രഹങ്ങൾക്ക് നന്ദി രേഖപ്പെടുത്തുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ അനുഗ്രഹങ്ങൾ വർദ്ധിപ്പിക്കുന്നുണ്ട്. എങ്ങനെയാണ് ഒരാൾ അനുഗ്രഹങ്ങൾക്ക് നന്ദി രേഖപ്പെടുത്താൻ കഴിയുക? അനുഗ്രഹത്തെ അനുഗ്രഹമായി മനസ്സിലാക്കണം. അനുഗ്രഹത്തെ അനുഗ്രഹമായി മനസ്സിലാക്കണം. അതാണ് ഒന്നാമത്തെ പടി. ഒരാൾക്ക് അനുഗ്രഹമാണെന്ന് ഒരു കാര്യത്തെക്കുറിച്ച് മനസ്സിലായില്ലെങ്കിൽ എങ്ങനെ ഹൃദയത്തിൽ മതിപ്പോയി. അനുഗ്രഹത്തെ അനുഗ്രഹമായി മനസ്സിലാക്കുക എന്നത് നന്ദി രേഖപ്പെടുത്തുന്നതിന്റെ ഒന്നാമത്തെ പടിയാണ്. ഒരു മനുഷ്യൻ രണ്ട് കൈകളുള്ള, രണ്ട് കാലുകളുള്ള, രണ്ട് കണ്ണുകൾക്കും നല്ല കാഴ്ചയുള്ള, നല്ല ആരോഗ്യമുള്ള ഒരു മനുഷ്യൻ വഴിയിലൂടെ നടന്നു പോകുമ്പോൾ കാലിന് മുടത്തുള്ള, കൈക്ക് ശക്തിയില്ലാത്ത അല്ലെങ്കിൽ കണ്ണിന് കാഴ്ചയില്ലാത്ത ഒരു മനുഷ്യനെ കാണുന്നു. ഈ സമയത്ത് അവന്റെ മനസ്സിലേക്ക് ഓടി വരാൻ കഴിയുകയാണ് അൽഹംദുലില്ലാഹ്, അള്ളാഹുവിനാകുന്ന സർവ്വസ്തുതിയും അള്ളാഹു സുബ്ഹാനഹു വ തആല രണ്ട് കാലുകൾക്കും ആരോഗ്യം നൽകി, എന്റെ രണ്ട് കൈകൾക്കും ആരോഗ്യം നൽകി, എന്റെ കാലും കണ്ണുകൾക്ക് നല്ല കാഴ്ച നൽകി. പടച്ചവന്റെ സർവ്വസ്തുതി, പടച്ചവന്റെ സർവ്വസ്തുതി. ഈ ഒരു ബോധം ഇതാണ് അനുഗ്രഹം. അനുഗ്രഹം നമുക്ക് മനസ്സിലാക്കുക എന്നുള്ളത്. ആ സമയത്ത് നാവിലൂടെ അനുഗ്രഹത്തിന്റെ നന്ദി പ്രകടനമുണ്ടാകും. ആ ബോധം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ അനുഗ്രഹങ്ങളെ അള്ളാഹുവിന്റെ അനുസരണയിലായി, അള്ളാഹുവിന്റെ തൃപ്തിയിലായി, അള്ളാഹുവിന്റെ പൊരുത്തത്തിലായി ഈ അനുഗ്രഹങ്ങളെ വിനിയോഗിക്കണമെന്നുള്ള ബോധം ഉണ്ടാകും. അല്ലെങ്കിൽ എന്റെ കഴി, എന്റെ ആരോഗ്യം, എന്റെ കഴിവ്, എന്റെ യോഗ്യത, അതുകൊണ്ട് എനിക്ക് കിട്ടിയതെന്നുള്ള ചിന്ത ഉണ്ടാകുമ്പോൾ മനുഷ്യൻ വഴിവെക്കുന്നതിന് കാരണമാണ്. വഴിവെക്കുന്നതിന് അത് കാരണമായി തീരും. അല്ലാഹു സുബ്ഹാനഹു വ തആല വഴിതെറ്റുന്നതിന്റെ മാനദണ്ഡമായി പറഞ്ഞത് മനുഷ്യൻ സ്വയം പര്യാപ്തനാണെന്നുള്ള വിചാരം അവന്റെ ഹൃദയത്തിൽ ഉണ്ടാവുക എന്നതാണ്. എന്റെ മനസ്സിൽ എനിക്ക് തോന്നുകയാണ് ഞാൻ എന്തൊക്കെയാണ് എന്നൊരു ചിന്താഗതി ഉണ്ടാകുന്നിടത്ത് നിന്ന് വഴിതെറ്റൽ ആരംഭിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതാണ്, കല്ല ഇന്നൽ ഇൻസാന ലയത്ഗാ അർആഹു ഇസ്തഗ്നാ. മനുഷ്യൻ വഴിപിഴയ്ക്കുന്നു എപ്പോൾ? അവൻ സ്വയം പര്യാപ്തനാണെന്ന് ധരിക്കുമ്പോൾ. മറിച്ച് അവൻ തന്റെ റബ്ബിലേക്ക് തിരിയുകയാണെങ്കിൽ അവന്റെ മനസ്സിൽ വിനയമുണ്ടാകും, അവന്റെ മനസ്സിൽ താഴ്മയുണ്ടാകും. ഈ ധരിച്ചിരിക്കുന്നത് അനുഗ്രഹമാണെന്ന ബോധമുണ്ടാകുമ്പോൾ ആ അനുഗ്രഹത്തെ നന്മകൾക്ക് വേണ്ടി വിനിയോഗിക്കണമെന്നുള്ള ചിന്തയുണ്ടാകും. അല്ലെങ്കിൽ പിന്നെ മനുഷ്യൻ അവന്റെ ഇഷ്ടത്തിനനുസരിച്ച്, അവന്റെ താല്പര്യങ്ങൾക്കനുസരിച്ച്, അവന്റെ വികാരങ്ങൾക്കും ചിന്തകൾക്കും അനുസരിച്ച് ജീവിക്കുന്ന സാഹചര്യം ഉണ്ടാവും. സഹോദരങ്ങൾ, ഇത്തരത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങളിൽ ഒന്നാണ് ജലം എന്ന് പറയുന്നത്. ജലം
പ്രശ്നങ്ങളുടെ വലിയ നിയമത്തുകളിൽ ഒന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ ജലത്തെക്കുറിച്ച് 160 സ്ഥലങ്ങളിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. നമ്മൾ വിശാലമായി കാണണം. നാം പലപ്പോഴും വുദൂ ചെയ്യുമ്പോൾ പൈപ്പ് തുറന്നു വിട്ടിട്ട് സ്വസ്ഥമായി നിന്നത് വുദൂ എടുക്കുന്ന, നാം പാഴാക്കി കളയുന്ന ആ ജലത്തെക്കുറിച്ച്, അതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച്, അതുമായി ബന്ധപ്പെട്ട ഒരുപാട് ചർച്ചകൾ പരിശുദ്ധ ഖുർആനിലും ഹദീസിലും നമുക്ക് കാണാൻ കഴിയും. ഞാൻ പരിശോധിച്ച് നോക്കിയിട്ടുണ്ട്. പൈപ്പ് തുറന്നു വിട്ടിട്ട് വുദൂ എടുക്കുമ്പോൾ താഴെ ഒരു ബക്കറ്റ് വെച്ച് നമ്മളത് പരിശോധിച്ച് നോക്കുക. വുദൂ എടുക്കുമ്പോൾ പൈപ്പ് തുറന്നു വെച്ചിട്ട് താഴെ ഒരു ബക്കറ്റ് വെച്ച് നമ്മൾ പരിശോധിച്ച് നോക്കുക. കുറഞ്ഞത് ഒരു അരബക്കറ്റ് വെള്ളം വുദൂ എടുക്കുന്നത് കൂടാതെ നമുക്ക് അറിയുന്നത്. അത്രത്തോളം ജലം നാം പലപ്പോഴും പാഴാക്കി കളയാറുണ്ട്. വുദൂ എടുക്കാൻ തുടങ്ങുന്നത് മുതൽ തുറന്നു കിടന്ന പൈപ്പ് അവസാന സമയം വരെ തുറന്നിരിക്കും. കൈ കഴുകുമ്പോഴും വായ കുളിക്കുമ്പോഴും മൂക്ക് പലപ്പോഴും വളരെ വിശാലമായി കഴുകുമ്പോഴും മുഖം വളരെ സ്വന്തമായി നിന്ന് വിശാലമായി ഒരു കിഴത്തൊക്കെ എടുത്ത് കഴുകുമ്പോഴൊക്കെ വെള്ളം ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കാൻ, തലതടവി ചെവി തടവി അതേപോലെയുള്ള ഓരോരോ ആളുകൾ ചെയ്യുമ്പോഴും ആ വെള്ളം ഇങ്ങനെ പാഴായി പോയിക്കൊണ്ടേയിരിക്കുന്നു. ചിന്തിക്കുന്നില്ല, ഈ വെള്ളം നഷ്ടപ്പെട്ടു പോവുകയാണ്, അല്ലാഹുവിന്റെ ഒരു അനുഗ്രഹത്തെ നമ്മൾ പാഴാക്കുകയാണ്, പരസ്പര ഒരു അനുഗ്രഹത്തെ നമ്മൾ വിലമതിക്കാതെ കളഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നുള്ള ചിന്ത നമുക്ക് അവിടെ ഉണ്ടാകുന്നില്ല. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, മസ്ജിദുകളിൽ വുദൂ ചെയ്യുന്നതിന് വേണ്ടി പൈപ്പ് നോക്കുമ്പോൾ പ്ലാസ്റ്റിക് പൈപ്പ് വെക്കാവോ? അതാകുമ്പോൾ ഞെക്കുമ്പോൾ വരുമ്പോഴും അത് കഴിയുമ്പോൾ ഞെക്കും. ഈ തുറന്നു വിടുന്ന പൈപ്പുകൾ അതിങ്ങനെ വെള്ളം പോയിക്കൊണ്ടേയിരിക്കും. സത്യത്തിൽ ജലം പാഴാക്കലാണ്. ഇത് വലിയ അനുഗ്രഹമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്, وهو الذي أنزل من السماء ماء بقدر فأسكناه في الأرض وإنا على ذهاب به لقادرون. وهو الذي أنزل من السماء ماء بقدر. ആകാശത്ത് നിന്നും അളവിനനുസരിച്ച് തോതിനനുസരിച്ച് മാത്രം ഭൂമിയിലേക്ക് അവരാണ് വെള്ളം ഇറക്കുന്നത്. അല്ലാഹുവാണ് ആകാശത്തു നിന്നും വെള്ളം മനുഷ്യന്റെ ആവശ്യത്തിനുള്ള അളവനുസരിച്ച് ഭൂമിയിലേക്ക് ഇറക്കുന്നത്. എന്നിട്ട് ആ വെള്ളത്തെ ഭൂമിയിൽ അവൻ സംഭരിച്ചു വെക്കുന്നു. ഭൂമിയിൽ അത് സംഭരിച്ചു വെക്കുന്നു. ഓരോ വർഷവും മഴക്കാലം എത്തുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശത്തു നിന്ന് മഴ വർഷിപ്പിക്കുന്നു. ആ മഴയെ ഭൂമി കുടിക്കുന്നു. കുടിച്ച് ഭൂമിയുടെ ഖജനാവിനെ സൂക്ഷിച്ചു വയ്ക്കുന്നു. നാമത് കുളങ്ങളിലൂടെയും കിണറുകളിലൂടെയും കുടികളിലൂടെയും ഒക്കെ ആ വെള്ളം കണ്ടെത്തുകയും നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുകയും ചെയ്യുന്നു. അത്തരത്തിൽ എപ്പോഴും മഴ പെയ്തുകൊണ്ടിരുന്ന അത് ജനജീവിതം ദുസ്സഹമാക്കി മാറ്റുന്നു. എപ്പോഴും വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ജീവിതത്തെ വല്ലാത്ത പ്രതിസന്ധിയിലാക്കും. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ സാഹചര്യങ്ങളിലും അതാത് സന്ദർഭങ്ങളിൽ ആവശ്യത്തിനനുസരിച്ച് ഭൂമിയിലേക്ക് വെള്ളം ഇറക്കുകയും അത് ഭൂമിയിൽ സംഭരിക്കുകയും ചെയ്യുന്നു എന്ന് അല്ലാഹു തആല പറയുന്നു. എന്നിട്ട് പടച്ചവൻ പറയുന്നു, പക്ഷേ ഈ വെള്ളം ഇല്ലാതാക്കാൻ ഞാൻ നല്ല കഴിവുള്ളവനാണ്. ഈ വെള്ളം ഭൂമിയിൽ നിന്ന് ഇല്ലായ്മ ചെയ്യാൻ എനിക്ക് നല്ല കഴിവുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനോടൊപ്പം നമ്മൾ ഉണർത്തുകയും ചെയ്യും. ഇത് അല്ലാഹുവിന്റെ അനുഗ്രഹം ഒന്ന് മാത്രമാണ്. ഈ ആകാശത്ത് നിന്ന് പെയ്യുന്ന മഴകൾ, ആകാശത്ത് നിന്ന് ഭൂമിയിലേക്ക് വർദ്ധിക്കുന്ന ഈ വെള്ളം അല്ലാഹുവിന്റെ അനുഗ്രഹമാണ്. حتى إذا أخذت سحابا سقناه ببلد ميت. الله سبحانه وتعالى മറ്റൊരു ഭാഗത്ത് പറയുന്നു, മഴ പെയ്യുന്നതിന് മുമ്പ് നല്ല തണുത്ത കാറ്റടിച്ച് വീശുന്നു. നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, മഴ പെയ്യുന്നതിന് മുമ്പ് കാറ്റടിച്ച് വീശുന്നു. അവനാണ് അവന്റെ അനുഗ്രഹം ഭൂമിയിലേക്ക് ഇറക്കുന്നതിന് മുമ്പ് നിങ്ങൾക്കൊരു സഹോദരൻ എന്ന നിലയിൽ ചില കാറ്റുകൾ അഴിച്ചു വീശുന്നവൻ. അനുഗ്രഹം വരുന്നതിന് മുന്നോടിയായി അവൻ നിങ്ങൾക്ക് അറിയിപ്പ് നൽകുകയാണ്, എന്റെ അനുഗ്രഹം ഭൂമിയിലേക്ക് വരാൻ പോകുന്നു എന്ന സൂചന നൽകിക്കൊണ്ട്
സംഭവത്തിന്റെ കാറ്റ് അള്ളാഹു തആല ഭൂമിയിൽ അടിച്ചിരിക്കുമെന്ന് പരിശുദ്ധ ഖുർആൻ. حتى إذا أخذ السحاب سقناه بلاد ميت فأنزلنا به الماء وأخرجنا به من كل الثمرات. അതിനുശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന മേഘങ്ങളിൽ ഈ ജലമെല്ലാം സംഭരിക്കപ്പെട്ട് കഴിയുമ്പോൾ ഏത് സ്ഥലത്താണോ മഴ പെയ്യുന്നതെന്ന് അല്ലാഹു തആല തീരുമാനിക്കുന്നത്, ഏത് സ്ഥലത്താണോ മഴ പെയ്യേണ്ടതെന്ന് അല്ലാഹു ആഗ്രഹിക്കുന്നത്, ആ സ്ഥലത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ദരിദ്രമായ ഭൂമിയിൽ, നിർജീവമായി കിടക്കുന്ന ഭൂമിയിൽ മഴ പെയ്യുകയും അതിലൂടെ ഭൂമിയിൽ ധാരാളം പഴവർഗ്ഗങ്ങളും കായ്കനികളും ഒക്കെ ഭൂമിയിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുകയും ചെയ്യുമെന്ന് പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു തആല നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇത് അല്ലാഹുവിന്റെ അനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രം സംഭവിക്കുന്നതാണ്. അല്ലാഹുവിന്റെ അനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രം സംഭവിക്കുന്നത് ഒരുപാട് സ്ഥലങ്ങളിൽ നാം ചോദിക്കുന്നുണ്ട്. أأنتم أنزلتموه من المزن أم نحن المنزلون لو نشاء جعلناه أجاجا فلولا تشكرون أفرأيتم الماء الذي تشربون. ദാഹിക്കുമ്പോൾ, വേണമെന്ന് തോന്നുമ്പോൾ, ആഗ്രഹിക്കുമ്പോഴൊക്കെ നിങ്ങൾ കോരി കുടിക്കുന്ന വെള്ളം. അഫറഅയ്തുമുൽ മാഅ അല്ലദീ തശ്റബൂൻ. ആ വെള്ളത്തെ കുറിച്ച് നിങ്ങൾ എന്താ ചിന്തിച്ചു നോക്കാത്തത്? നിങ്ങൾ അതിനെക്കുറിച്ച് ആലോചിക്കാറുണ്ടോ? വെള്ളം കുടിക്കണമെന്ന് തോന്നുമ്പോൾ പരിശോധിക്കും, നമ്മൾ കുടിക്കും. അതല്ലെങ്കിൽ മറ്റേതെങ്കിലും മാർഗങ്ങളിലൂടെ വെള്ളം നാം കുടിക്കുന്നതിനുള്ള വഴി കണ്ടെത്തും. പക്ഷെ അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാറില്ല. അല്ലാഹു തആല ചോദിക്കുന്നു, അഫറഅയ്തുമുൽ മാഅ അല്ലദീ തശ്റബൂൻ. നിങ്ങൾ കുടിക്കുന്ന വെള്ളത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കാറുണ്ടോ? അൻതും അൻസൽതുമൂഹു മിനൽ മുസ്നി അം നഹ്നുൽ മുൻസിലൂൻ. ആകാശത്തു നിന്നും മേഘങ്ങളിൽ നിന്നും ഭൂമിയിലേക്ക് ഈ മഴയെ വർദ്ധിപ്പിച്ചിരുന്നത് ആരാണ്? നിങ്ങളാണോ? അൻതും അൻസൽതുമൂഹു മിനൽ മുസ്നി. അതിനെ ഭൂമിയിൽ നിന്ന്, ആകാശത്തിൽ നിന്ന് നിങ്ങൾക്ക് ഭൂമിയിലേക്ക് ഇറക്കിത്തന്നത് നിങ്ങളാണോ? അം നഹ്നുൽ മുൻസിലൂൻ. അതോ നാമാണ് ഇറക്കിത്തന്നത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിച്ചു. മറ്റൊരു ഭാഗത്ത് സൂറത്തുൽ മുൽക്കിൽ അല്ലാഹു തആല ചോദിക്കുന്നുണ്ട്, ഖുൽ അറഅയ്തും ഇൻ അസ്ബഹ മാഉകും ഗൗറാ ഫമൻ യഅതീകും ബിമാഇൻ മഈൻ. നിങ്ങൾ കോരി കുടിച്ചുകൊണ്ടിരിക്കുന്ന, കിണറുകളിൽ നിന്ന് നിങ്ങൾ കോരി കുടിച്ചുകൊണ്ടിരിക്കുന്ന, കുളങ്ങളിൽ നിന്ന് നിങ്ങൾ കോരി കുടിച്ചുകൊണ്ടിരിക്കുന്ന, നദികളിൽ നിന്ന് നിങ്ങൾ കോരി കുടിച്ചുകൊണ്ടിരിക്കുന്ന ഈ ജലമൊന്ന് വറ്റിപ്പോയാൽ, നിങ്ങൾക്ക് കൊത്തിക്കൊണ്ട് പോരാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായാൽ, നിങ്ങൾക്ക് കോരിയെടുക്കാൻ കഴിയാത്ത സന്ദർഭം വന്നുപോയാൽ, നിങ്ങൾക്ക് ശുദ്ധമായ, രുചികരമായ, നിങ്ങൾക്ക് ജീവിതത്തിന് ആവശ്യമായ അടിസ്ഥാനമായ ഈ ജലം നിങ്ങൾക്ക് ആരാണ് കൊണ്ടുവന്ന് തരികയെന്നുള്ള സുബ്ഹാനഹു. ഒരു ജലം അല്ലാഹുവിന്റെ അനുഗ്രഹമെന്നാണ്. അല്ലാഹുവിന്റെ അനുഗ്രഹമാണിത്. ഈ അനുഗ്രഹത്തെ നിലനിർത്തുക എന്നത് നമ്മുടെ ബാധ്യതയാണ്. അല്ലാഹുവിനൊരു ശൈലിയുണ്ട്. പൊതുവിൽ അനുഗ്രഹങ്ങൾക്ക് നന്ദി രേഖപ്പെടുത്തുമ്പോഴും ആ അനുഗ്രഹങ്ങളെ അല്ലാഹു തആല വർദ്ധിപ്പിച്ചു തന്നുകൊണ്ടിരിക്കും. അനുഗ്രഹങ്ങൾക്ക് വിലമതിക്കാത്ത സാഹചര്യം ഉണ്ടാവുകയും അനുഗ്രഹങ്ങളെ പാഴാകുകയും ചെയ്തു കഴിഞ്ഞാൽ ആ അനുഗ്രഹങ്ങളെ അല്ലാഹു തആല പിൻവലിക്കുന്നത്. ഇനി ഒന്നാമത്തെ ശൈലിയാണ് അനുഗ്രഹങ്ങളെ നിലനിർത്തുന്നത് മനുഷ്യന്റെ സൽക്കർമ്മങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. മനുഷ്യൻ തന്റെ ജീവിതത്തിൽ നല്ല ജീവിതം നയിക്കുമ്പോൾ അല്ലാഹു തആല അനുഗ്രഹങ്ങൾ തുടർന്നും തന്നുകൊണ്ടിരിക്കും. ആ ജീവിതത്തിൽ അവൻ നന്മയിൽ നിന്ന് പിന്നോട്ട് പോവുകയും തിന്മകളുടെ വഴികൾ ചെയ്യുകയും ചെയ്യുമ്പോൾ ഈ അനുഗ്രഹങ്ങളെ അല്ലാഹു തആല പിന്നോട്ട് വലിക്കും. ജലത്തിന് വലിയ പ്രാധാന്യമാണ് നൽകിയിരിക്കുന്നത്. ജലം സുരക്ഷിച്ചതിന്റെ പേരിൽ സ്വർഗത്തിൽ പോയ കഥ നമുക്കറിയാം. ജലം തടഞ്ഞതിന്റെ പേരിൽ നരകത്തിൽ പോയ കഥയും നമുക്കറിയാം. ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും, ഒരു സ്ത്രീ അവർ തന്റെ പൂച്ചയെ കെട്ടിയിട്ടു, അതിന് ഭക്ഷണം കൊടുത്തില്ല, ജലം കൊടുത്തില്ല. അതിന്റെ പേരിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ ശിക്ഷിച്ചതായി ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. മറുപടിയിൽ വളരെ മോശമായി ജീവിച്ചിരുന്ന ഒരു സ്ത്രീ, അവർ ഒരു നായയ്ക്ക് ജലം കൊടുത്തതിന്റെ പേരിൽ അല്ലാഹു തആല അവരുടെ പാപങ്ങൾ കൊടുത്തതായി ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. ജലം കുടിപ്പിക്കുന്നതിന് പോലും അത്ര വലിയ പ്രാധാന്യമാണ്.
ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, അന്നത്തെ കാലഘട്ടത്തിൽ ജലത്തിന് ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്ന ഒരു സാഹചര്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ആരെങ്കിലും റൂമ വാങ്ങുകയും പറ്റാത്തൊരു കിണറായിരുന്നു റൂമ. അന്നത്തെ കാലഘട്ടത്തിൽ ഒരു ജൂതന്റെ ഉടമസ്ഥതയിലുണ്ടായിരുന്ന കിണർ. ആവശ്യക്കാരായ ആളുകൾ വരുമ്പോൾ തന്റെ കിണറ്റിൽ നിന്നും വെള്ളം കോരി ഇതിലേക്ക് വിട്ട് പൈസ വാങ്ങിയിരുന്ന ജൂതൻ. ഇന്ന് നമ്മളാണ് കാണുന്നത്, ജനങ്ങൾ പകലിൽ കിടക്കുമ്പോൾ, ജനങ്ങൾ വെള്ളമില്ലാതെ വളയുമ്പോൾ ഈ ജലമൊന്ന് ഊർജിയെടുത്ത് പലതരത്തിലുള്ള ശീതളപാനീയങ്ങളായി നമ്മുടെ മുമ്പിലേക്ക് 60, 30, 35, 40 രൂപ കൊടുത്ത് നമ്മൾ പലപ്പോഴും വാങ്ങിക്കൊടുക്കുന്ന ഈ ജലം, ഇത് ഈ ജലത്തിന്റെ സ്രോതസ്സുകളെ പലപ്പോഴും പ്രശ്നത്തിലാക്കുന്നുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അന്നും ആ ദൂരം ചെയ്യുന്ന വഴി വെള്ളം കിണറ്റിൽ നിന്ന് കോരി ആവശ്യക്കാരായ ആളുകൾ വരുമ്പോൾ അവർക്ക് പണത്തിൽ വിറ്റുന്നതായിരുന്നു. ജനങ്ങൾ അതിനുവേണ്ടി പൊതുമുക്കി മുസ്ലിങ്ങൾ അതിനുവേണ്ടി പലതരത്തിലുള്ള അസ്വസ്ഥതകളുമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ആരെങ്കിലും റൂമ വിലയ്ക്ക് വാങ്ങുകയും ആരെങ്കിലും റൂമ വിലയ്ക്ക് വാങ്ങുകയും അത് മുസ്ലിങ്ങൾക്ക് വേണ്ടി നൽകുകയും അഥവാ സ്വന്തം ആവശ്യത്തെക്കാൾ കൂടുതൽ മറ്റുള്ളവർക്ക് പരിഗണന നൽകുകയും മറ്റുള്ളവരെ പോലെ മാത്രം സ്വന്തത്തെ ആവശ്യത്തെ കാണുകയും ചെയ്യുന്ന ഒരു സാഹചര്യം വന്നാൽ പലതിലല്ല അവരെ സ്വർഗം ലഭിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഘട്ടത്തിൽ പറയുകയാണ്. ഇത് കേട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു ആ ദൂരനായ മനുഷ്യന്റെ അടുത്തേക്ക് പോയി കിണറിന് വില പറഞ്ഞു. ചെറിയ വിലയിലൊന്നും ആ മനുഷ്യൻ അത് കൊടുക്കാൻ തയ്യാറായില്ല. അവസാനം ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു അന്നത്തെ ഓർമ്മനുസരിച്ച് 10,000 സ്വർണ്ണ നാണയം ഞാൻ ഈ കിണറിൽ നിന്നല്ല അതിന്റെ പകുതി നിന്ന് എനിക്ക് വിൽക്കണമെന്ന് ആ ജൂതനോടാണ്. ഒരു പകുതി വിൽക്കാൻ മതി, അതിന് 10,000 സ്വർണ്ണ നാണയം തരാം. അതിനെ കിണറിന്റെ പകുതി വിൽക്കുക. അദ്ദേഹം ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ഒരു ദിവസം എനിക്ക് അടുത്ത ദിവസം നിനക്ക് ഈ രീതിയിൽ നോക്കാൻ കിണറിന്റെ ഉപയോഗം നിജപ്പെടുത്താൻ എന്ന് പറഞ്ഞുകൊണ്ട് ആ ജൂതനോട് പറയുകയും അയാൾ 10,000 സ്വർണ്ണനാണയം വാങ്ങിക്കൊണ്ട് ആ കിണറിന്റെ പകുതി വിളിക്കുകയും ചെയ്തു. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു പ്രഖ്യാപിച്ചു, ആർക്കെങ്കിലും ജലം ആവശ്യമുണ്ടെങ്കിൽ ഇന്ന ദിവസം എന്റെ ദിവസമാണ്, അത് നിങ്ങൾക്ക് എല്ലാവർക്കും ഫ്രീ ആയി ഒരു വിലയും കൊടുക്കാതെ നിങ്ങൾക്ക് സ്വന്തമായി വെള്ളം എടുത്തുകൊണ്ട് പോകാം. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ ദിവസമാകുമ്പോൾ ആളുകൾ മുഴുവൻ വരും. അന്ന് എല്ലാവരും വെള്ളം കോരിക്കൊണ്ട് പോകും. പിറ്റേ ദിവസം ആരും വെള്ളം കോരാനുണ്ടാവില്ല. ഇതായി സാഹചര്യം. അവസാനം ഈ മനുഷ്യൻ വീണ്ടും ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിനെ സമീപിച്ചു. കാരണം കച്ചവടം കൂട്ടി. ഒരു ദിവസം ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു അന്ന് ഫ്രീ ആണ്, അന്ന് ജനങ്ങളെല്ലാവരും വന്ന് വെള്ളം കോരിക്കൊണ്ട് പോകും. പിറ്റേ ദിവസം കാറ്റുകൊടുത്ത് മേടിക്കുന്നതുകൊണ്ട് ആരും നമുക്ക് വരില്ല. അതിനിടയ്ക്കൊന്നും വീണ്ടും എല്ലാവരും നമ്മൾ കൊണ്ടുപോകും. ശരിക്കും പറഞ്ഞാൽ ജൂതന്റെ കച്ചവടം അവിടെ കൂട്ടി. അദ്ദേഹം സഹികരിച്ച് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, ഈ കിണറിന്റെ ബാക്കി കൂടി നിങ്ങൾക്ക് ഞാൻ വിൽക്കാൻ തയ്യാറാണ്. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, അതിന് പകുതി വരെയാണെങ്കിൽ ഞാൻ എടുത്തോളാം. അങ്ങനെ വീണ്ടും 1000 സ്വർണ്ണനാണയം കൂടി കൊടുത്ത് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു കിണർ വാങ്ങി മുസ്ലിങ്ങൾക്ക് ഉപയോഗിക്കുന്നതിന് വേണ്ടി വിട്ടുകൊടുത്തുകൊണ്ട് ചരിത്രത്തിന്റെ ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. ഇന്നും എനിക്ക് അറിയാൻ കഴിഞ്ഞത് സൗദി ഭരണകൂടമായ കിണർ ഇന്നും അത് സംരക്ഷിച്ചിട്ടുണ്ട്. അതിന് ചുറ്റുമുള്ള സുന്ദര തോട്ടത്തിലെ വരുമാനം ഒരു പ്രത്യേക ഫണ്ടായി ഉപയോഗിക്കുകയും അത് മുസ്ലിങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നിയോഗിക്കുന്ന ഒരു ചാരിറ്റി ഫണ്ടായി സൂക്ഷിക്കുകയും ചെയ്യുന്നുവെന്ന് പല സഹോദരങ്ങളിലായി അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. ഒരു സമൂഹത്തിന് ജലത്തിന് വേണ്ടിയുള്ള സംവിധാനം ചെയ്തു കൊടുത്തപ്പോൾ ഒന്നാം സ്ഥാനം അതിന്റെ പേരിൽ വരുത്തിയ ആ പ്രത്യേകതകൾ രണ്ടുപേരുണ്ടാക്കിയ മഹത്വങ്ങൾ. ജലം കൊടുക്കുക എന്ന് പറയുന്നത് പൊലിപ്പിക്കുക എന്നത് വലിയ പുണ്യമുള്ള കാര്യമാണ്. തങ്ങളുടെ എതിർവയായുള്ള അബ്ദുൽ ഹജ്ജിന് വേണ്ടി വരുന്ന ആളുകൾക്ക് വെള്ളം പൊലിപ്പിക്കാൻ ദൗത്യം നിർവഹിച്ചിരുന്ന ആളായി എല്ലാവർക്കും വെള്ളം പൊലിപ്പിക്കുന്ന ആ ഒരു ശീലം അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഒരു ചരിത്രത്തിൽ ഇങ്ങനെ കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അബ്ദുൽ ദിവസം ഒന്നാമത്തെ സ്വപ്നത്തിൽ കാണിച്ചു കൊടുത്തു, ഇല്ല ഒരു സ്ഥലത്ത് പോയി കിണറ് പൊളിക്കണമെന്ന്.
അങ്ങനെ അബ്ദുൽ മുത്തലിബ് രാവിലെ ചിത്രാമുഖിയായിട്ട് കളവ് കുടിക്കാൻ വേണ്ടി ഒരു പ്രദേശത്തേക്ക് പോയി, കടയുടെ പരിസരത്തേക്ക് പോയി. ആ പരിസരത്ത് അദ്ദേഹം കളവ് കുടിക്കാൻ തുടങ്ങി. വൈദ്യുകളൊക്കെ അദ്ദേഹത്തെ കളിയാക്കി ഇവിടെ നിന്ന് വെള്ളം കിട്ടാനാണ്. പക്ഷെ ആ കാണിച്ചു കൊടുക്കപ്പെട്ട സ്ഥലം യഥാർത്ഥത്തിൽ ഗന്ധം കിണറിന്റെ ഭാഗമായിരുന്നുവെന്ന് ചരിത്രത്തിൽ നമ്മൾ കാണാൻ കഴിയും. ദുർഗം അമാലിക ഗോത്രക്കാരായിരുന്നു. ഇസ്മായിൽ അലിസ്ലാമിന്റെ കാലഘട്ടത്തിൽ ഗന്ധം കിണർ പൊട്ടി കൊടുത്ത സമയത്ത് അവിടെ വന്ന് താമസമാക്കിയ രണ്ട് ഗോത്രക്കാർ. പിന്നീട് അവർ അതിക്രമങ്ങളും തിന്മകളും മോശമായ പെരുമാറ്റങ്ങളും അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾക്കെതിരായ ജീവിതവും ഒക്കെ നയിക്കാൻ തുടങ്ങിയപ്പോൾ അള്ളാഹു സുബ്ഹാനഹു ആ കിണർ മൂടി കളഞ്ഞു. പിന്നീട് അബ്ദുൽ മുത്തലിബായിരുന്നു ഈ കിണർ വീണ്ടെടുത്ത് മുസ്ലിം ഉമ്മത്തിന് നൽകിയത് എന്ന ചരിത്രത്തിന്റെ ഘട്ടങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. അപ്പോ ഇത്തരത്തിൽ ജലം എന്ന് പറയുന്നത് സംസ്കൃതിയുടെ അടയാളമായിട്ടുകൂടി പരിശുദ്ധമായ ജീവിതത്തിലാണ് കാണുന്നത്. നമുക്കറിയാം നമ്മുടെ ചരിത്രത്തെക്കുറിച്ച്, ഇന്ത്യയുടെ ചരിത്രത്തെക്കുറിച്ച് നമ്മൾ പരിശോധിക്കുമ്പോൾ ഹിന്ദു നദീതര സംസ്കാരം ഒരു നദീതര സംസ്കാരമാണ് ഇന്ത്യയുടെ തന്നെ സംസ്കാരമായി നമ്മുടെ ചരിത്രത്തിൽ പഠിക്കുന്നത്. അപ്പോൾ ജലം അത്രത്തോളം പ്രാധാന്യമുള്ള ഒരു സംഗതിയാണ്. ജലമില്ലാത്ത ഒരു സാഹചര്യത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ തന്നെ സാധിക്കുകയില്ല. ഇത് അല്ലാഹുവിന്റെ വലിയ അനുഗ്രഹമാണെന്നതാണ് പരിശുദ്ധ ഖുർആനിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു നൽകുന്നു. ഈ ജലം ഊറ്റി കുടിക്കുകയല്ല, അത് തന്റെ സാഹചര്യങ്ങളായ മനുഷ്യർക്കും മൃഗങ്ങൾക്കും നമുക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ വിനിയോഗിക്കുകയാണ് യഥാർത്ഥത്തിൽ ഒരു മുസ്ലിം ചെയ്യേണ്ടത്. ഒരു മനുഷ്യൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു, ഇന്ന ഉമ്മീ ഖദ് മാതത് യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, എന്റെ ഉമ്മ മരണപ്പെട്ടു. അപ്പൊ ഞാൻ അവർക്ക് വേണ്ടി എന്തെങ്കിലും സദഖ ചെയ്യട്ടെ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, താങ്കൾ എന്തെങ്കിലും സദഖകൾ ചെയ്തുകൊണ്ടിൽ. ആ മനുഷ്യന്റെ ഏറ്റവും നല്ല സദഖ എന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വെള്ളം കുടിപ്പിക്കുക എന്നതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. നമ്മൾ പലപ്പോഴും യാസീൻ ഓതി, ഫാത്തിഹ ഓതി, ദുആ ഓതി, അതുകൊണ്ട് മാത്രം മതിയാകുന്ന ഒരു സാഹചര്യം നമ്മുടെ സമൂഹത്തിലുണ്ട്. പക്ഷേ അതിനെ നിലനിൽക്കുന്ന ഒരു സദഖയാക്കി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. വെള്ളം കുടിപ്പിക്കുക എന്നത് ഏറ്റവും വലിയ സദഖയാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മരിച്ചുപോയ ആളുകൾക്ക് സദഖയുടെ ജാരിയായ സദഖയുടെ പ്രതിഫലം കിട്ടുന്നതിന് വേണ്ടിയുള്ള ഏറ്റവും നല്ലൊരു വഴിയായി ഇസ്ലാം പരിചയപ്പെടുത്തുന്നത് വെള്ളം കുടിപ്പിക്കലാണ്. മറ്റൊരു ഹദീസിൽ കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സബഉൻ യജ്രി അജ്റുഹു മിൻ അബ്ദി ബഅദ മൗതിഹി ഫീ ഖബ്രി. 7 കാര്യങ്ങൾ ഒരു മനുഷ്യന്റെ ഖബറിൽ അവന്റെ മരണത്തിന് ശേഷവും അവന് പ്രതിഫലം കിട്ടുന്ന നിലയിൽ തുടരുന്ന സംഗതികളാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിൽ ഒന്നാമതായി തങ്ങൾ പറഞ്ഞു, മൻ അല്ലമ ഇൽമൻ, അറിവ് പഠിപ്പിച്ചു കൊടുക്കുക. ആർക്കെങ്കിലും നന്മ പഠിപ്പിച്ചു കൊടുക്കുക, അറിവ് പഠിപ്പിച്ചു കൊടുക്കുക. ആ അറിവനുസരിച്ച് ആ ആളുകൾ അമൽ ചെയ്യുന്നിടത്തോളം കാലം, അത് പഠിപ്പിച്ചു കൊടുക്കുന്നതിന്റെ ഗുണം ജനങ്ങൾക്ക് ലഭിക്കുന്നിടത്തോളം കാലം അതിന്റെ ഫലം അവന്റെ ഖബറിലേക്ക് എത്തിക്കൊണ്ടിരിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ടാമതും മൂന്നാമതും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ജലത്തെക്കുറിച്ചാണ്. രണ്ടാമത് പറഞ്ഞത് അല്ലെങ്കിൽ അവരൊരു നദി ഒഴുകുക, അഥവാ ഒരു ജലം ഒഴുകുന്നതിന് വേണ്ടിയുള്ള സംവിധാനം ഉണ്ടാക്കിയെടുക്കുക. ആളുകൾക്ക് കൃഷിക്ക് വേണ്ടി, അവരുടെ മൃഗങ്ങളെ കുളിപ്പിക്കുന്നതിന് വേണ്ടി, അവരുടെ ജലത്തിന്റെ ആവശ്യം പൂർത്തീകരിക്കുന്നതിന് വേണ്ടി ഉപകരിക്കുന്നതിന് വേണ്ടി നദി ഒഴുകുന്നതിന് അല്ലെങ്കിൽ കനാൽ വെട്ടുന്നതിന് വേണ്ടിയുള്ള സംവിധാനങ്ങൾ ചെയ്യുക. മൂന്നാമത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അല്ലെങ്കിൽ ഒരു കിണർ ഒഴിച്ചു കൊടുക്കുക. ആ കിണറിൽ നിന്ന് ജനങ്ങൾ വെള്ളം കോരി കുടിക്കട്ടെ, അവരുടെ മൃഗങ്ങൾക്ക് വെള്ളം കുടിപ്പിക്കട്ടെ, അവരുടെ കൃഷിക്ക് വേണ്ടി അവർ ജലം ഉപയോഗിക്കട്ടെ. ഇത് ഉപയോഗിക്കുന്നിടത്തോളം കാലവും അവരുടെ ഖബറിലേക്ക് മരണത്തിന് ശേഷവും അതിന്റെ പ്രതിഫലം എത്തിക്കൊണ്ടിരിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് ജലത്തെക്കുറിച്ചുള്ള ഒരു ചെറിയ സങ്കല്പമാണ്, ഇസ്ലാമിന്റെ സങ്കല്പമാണ്. ഈ അനുഗ്രഹം നിലനിൽക്കുന്നതിന് വേണ്ടി നാം എന്ത് ചെയ്യണം? ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ചൂട് വർദ്ധിക്കുന്നു, ജലം ഇല്ലാതാകുന്നു. ജലം ഇല്ലാതാകുന്നതിന്റെ ഒരു വലിയ ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. ചിലപ്പോൾ നമ്മളതിന്റെ ബുദ്ധിമുട്ടുകളിലൊക്കെ അറിയുന്നുണ്ടാവില്ല. സുഹൃത്തിനെ ഫോണിൽ വിളിച്ചപ്പോ
അദ്ദേഹം പറഞ്ഞത് ചായ വെക്കാൻ വെള്ളമില്ലാത്തവർക്ക് അത് അപ്പുറത്തെ വീട്ടിലേക്ക് അടുത്തിൽ നിന്ന് പോരാൻ പോയിരിക്കുകയായിരുന്നു. നിങ്ങളിവിടെ ചിന്തിക്കേണ്ട ഒരു ചിത്രമാണ്. നമുക്ക് പൈപ്പ് തുറക്കുമ്പോൾ വെള്ളം കിട്ടുന്നു. പക്ഷെ പല ആളുകളും ഇത്തരത്തിൽ രാവിലെ എഴുന്നേറ്റ് വീടുകളാണ് ചായ കുടിക്കുന്നതിന് വേണ്ടി അയലത്തെ കിണറ്റിൽ പോയി അല്ലെങ്കിൽ ദൂരെ പോയിട്ട് വെള്ളം കോരിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട്. ഇന്ന് നമ്മൾ മഴയില്ലാത്തതിന്റെ പേരിൽ വരച്ചുകൊണ്ടിരിക്കുന്നു, ചൂട് അധികരിച്ചുകൊണ്ടിരിക്കുന്നു, കൃഷികൾ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു, സാധനങ്ങൾക്കെല്ലാം കുതിച്ചു കയറുന്നു. ഇതൊക്കെ മഴയുമായി ബന്ധപ്പെട്ട സംഗതികളാണ്. പറഞ്ഞാൽ നിങ്ങളുടെ റിസ്ക് ആകാശത്തിലാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് യുദ്ധത്തിന്റെ വഴിയായി ഏറ്റവും പ്രധാനപ്പെട്ട ഉപാധിയായി അള്ളാഹുത്താല നിശ്ചയിച്ചിരിക്കുന്ന മഴ, ആ ജലം ആകാശത്തിലാണുള്ളത്. ഭൂമിയിലേക്ക് വന്നെങ്കിൽ നിങ്ങൾക്ക് കൃഷി ചെയ്ത് നിങ്ങൾക്ക് കൃഷിയിലൂടെ വിഭവങ്ങളുണ്ടാക്കി സുഖസമൃദ്ധമായി ജീവിക്കാൻ സാധിക്കുകയുള്ളൂ. ആകാശത്ത് നിന്ന് പെയ്യുന്നത് നമ്മുടെ മറ്റ് വസ്തുക്കളൊന്നുമല്ല. ആകാശത്ത് നിന്ന് പെയ്യുന്നത് സ്വർണ്ണമോ വെള്ളിയോ അല്ല. നമ്മുടെ സത്താവതകളൊക്കെല്ലാം എന്ന് പറഞ്ഞതുപോലെ ഒരിക്കലും എവിടെ നിന്നും കുറച്ച് യാത്രക്കാർ ഹജ്ജിന് വേണ്ടി വന്നു. അവിടെ വന്നു ആ സ്ഥലത്ത് പങ്കെടുത്ത് പള്ളിയിൽ ഇരുന്ന് അവർ വിശ്വസം ദുആയിൽ മാത്രമായി ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയും വരുന്ന ആളുകളോട് ചോദിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം കണ്ടപ്പോ നമ്മുടെ സത്താവതകൾ നോക്കാൻ അവരോട് ചോദിച്ചു, മനസ്സിലാക്കും നിങ്ങളാരാണ്? അവർ പറഞ്ഞു, ഞങ്ങൾ ലെവലിൽ നിന്ന് വന്ന ആളുകളാണ്. നിങ്ങൾ എന്ത് ചെയ്യുകയാണ്? അവർ പറഞ്ഞു, ഞങ്ങൾ മുത്തവക്കിലും ഞങ്ങൾ തവക്കുലിന്റെ ആൾക്കാരാണ്. നിങ്ങൾ തവക്കുലിൽ പള്ളികളിൽ വിശ്വസുഖായൊക്കെ ഇരിക്കുകയാണ്. ആളുകൾ വരുമ്പോൾ അവരുടെ എന്തെങ്കിലും കിട്ടുന്നതുമായി കഴിച്ചു കൂടുകയാണ്. പത്താമത് അവർ പറഞ്ഞു, അല്ല, നിങ്ങൾ മടിയന്മാരാണ്. നിങ്ങൾ തവക്കുലിന്റെ ആൾക്കാരാണ്, മടിയന്മാരാണ്. ആകാശത്ത് നിന്ന് പെയ്യുന്നത് സ്വർണ്ണം വെള്ളിയും ഒന്നുമല്ല, മഴവെള്ളമാണ്. അവരോടുകൂടി അധ്വാനിച്ച് ജീവിക്കാൻ അവരോട് പറഞ്ഞിരുന്ന ചരിത്രത്തിന്റെ ഗ്രന്ഥങ്ങളെ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഈ റിസ്കിന്റെ വഴിയായ വെള്ളപ്രവാഹത്തിൽ പ്രധാനത്തിൽ ആകാശപ്പൊഴിയാണ് നമുക്ക് തർക്കമാക്കുന്നത്. ഇരിക്കുന്നത് ലോകപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നത് അത് ആകാശത്ത് നിന്ന് ഇങ്ങോട്ട് വരുന്നത് നമ്മളുടെ കർമ്മങ്ങളുടെയും കൂടി അടിസ്ഥാനത്തിലാണ് എന്നതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചു തരുന്ന പാഠം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വഴിയായി പരിശുദ്ധ ഖുർആൻ നമ്മുടെ മുമ്പിൽ 3 വഴികൾ വെക്കുന്നുണ്ട്. 3 വഴികൾ മഴ ഇല്ലാതാകാതിരിക്കാൻ, മഴയില്ലാതായി നിങ്ങൾ അസ്വസ്ഥത അനുഭവിക്കാതിരിക്കാൻ, അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും സാഹചര്യത്തിൽ ജലം ഇല്ലാതെ വന്നാൽ ആ ജലം കിട്ടുന്നതിനുള്ള വഴിയായി സ്വീകരിക്കാൻ പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിച്ചു തരുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് സഹോദരങ്ങളെ ഇസ്തിഗ്ഫാർ ചെയ്യുക, പാപങ്ങളിൽ നിന്നുണ്ടാകുന്ന ഇസ്തിഗ്ഫാർ ചെയ്യുക. കാരണം പാപങ്ങളുടെ പേരിൽ മഴ ഇല്ലാതാകും. പാപങ്ങളുടെ പേരിൽ മഴയില്ലാതാകും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അളവ് തൂക്കങ്ങളിൽ നിങ്ങൾ കൃത്രിമം കാണിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് ശാപമുണ്ടാകും. ഒരു ചെറിയ ലാഭത്തിന് വേണ്ടി, താൽക്കാലികമായ ഒരു നൂറിന് വേണ്ടി ആളുകൾ സാധനം വാങ്ങാൻ വേണ്ടി കടയിലേക്ക് വരുമ്പോൾ 50 ഗ്രാമും 100 ഗ്രാമും വെട്ടിക്കുന്ന ആളുകൾ, അതല്ലെങ്കിൽ സാധനങ്ങൾ അളവ് വാങ്ങുമ്പോഴും കൊടുക്കുമ്പോഴും അത് കൃത്രിമം കാണിക്കുന്നവർ മനസ്സിലാക്കുക, ഇത് ഞാൻ ചെയ്യുന്ന ഒരു പാപം മാത്രമല്ല, ഞാൻ ചെയ്യുന്ന ഒരു സാമൂഹ്യ ദ്രോഹം കൂടിയാണ്. കാരണം എന്റെ ഈ പ്രവർത്തനം കാരണമായി മഴയുടെ അളവ് കുറയുമെന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കാര്യമാണ്. നമ്മുടെ ഓരോ പ്രവർത്തനങ്ങൾക്കും അതിന് ഗുണകരമായ ഫലങ്ങളുമുണ്ട്, ദോഷകരമായ ഫലങ്ങളുമുണ്ട്. നന്മയാണെങ്കിൽ അതിന് ഗുണകരമായ ഫലങ്ങൾ, തിന്മയാണെങ്കിൽ അതിന് ദോഷകരമായ ഫലങ്ങൾ. തിന്മയാണെങ്കിൽ അതിന് ദോഷകരമായ ഫലങ്ങളുണ്ട്. لم تنظر الفاحشة في قوم قط حتى يعلنوا بها إلا فشا فيهم الأمراض التي لم تكن مرت في أسلافهم الذين مضوا من قبل. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഏതെങ്കിലും സമൂഹത്തിൽ ലൈംഗിക അരാജകത്വങ്ങളും അശ്ലീലമായ സംസാരങ്ങളും പ്രവർത്തനങ്ങളും വർദ്ധിക്കുന്നുവെങ്കിൽ മുൻഗാമികൾക്ക് കേട്ടുകളുടെ പോലും ഇല്ലാത്ത തരത്തിലുള്ള വേദനകളും രോഗങ്ങളും കൊണ്ട് നിങ്ങളെ ഞാൻ
പരീക്ഷിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് നമുക്ക് മുന്നറിയിക്കുന്നുണ്ട്. കാരണം ഇതൊന്നും നമ്മുടെ അല്ലാഹു ഇറക്കി നമ്മൾ ഇറങ്ങി വാക്കുന്നതല്ല, നമ്മൾ പഠിച്ചു വരുന്നതാണെന്ന് അർത്ഥം. അതിന്റെ ബാക്കിയായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്, നിങ്ങൾ 60 ദിവസങ്ങളിൽ കൃത്രിമം കാണിക്കുന്ന പക്ഷം നിങ്ങൾക്ക് ക്ഷാമമുണ്ടാകും, ഭക്ഷ്യക്ഷാമമുണ്ടാകും, ജലക്ഷാമമുണ്ടാകും, പല വിധത്തിലുള്ള ക്ഷാമങ്ങളും നിങ്ങൾക്ക് നേരിടേണ്ടി വരുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് മുന്നറിയിപ്പ് നൽകുകയാണ്. ما منعهم زكاة أموالهم إلا منيع الفقر من السماء ولولا المهائم لم يفطروا. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സകാത്ത് നിങ്ങൾ കൊടുക്കാത്ത സാഹചര്യം വന്നാൽ, സകാത്ത് കൊടുക്കാത്ത സാഹചര്യം വന്നാൽ ആകാശത്ത് നിന്ന് പെയ്യുന്ന മഴ തടയപ്പെടും. വലൗല المهائم لم يفطروا. നമ്മൾ ചിന്തിക്കുമെങ്കിലും പിന്നെന്താ മഴ പെയ്യുന്നത് എന്ന്, പിന്നെന്താ മഴ പെയ്യുന്നത് എന്ന് നമ്മൾ ചിന്തിക്കും, സമാധാനിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വലൗല المهائم ലം യുൻഫറു. ഈ രാജ്യത്ത് നാൽക്കാലികളില്ലായിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് വെള്ളം കൊടുപ്പിക്കപ്പെടുകയില്ലായിരുന്നു, നിങ്ങൾക്ക് മഴ ലഭിക്കുകയായിരുന്നു. സത്യത്തിൽ ഇന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ നാൽക്കാലികളുടെ പറ്റിൽ നമ്മൾ ഇന്ന് വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം സകാത്ത് കൊടുക്കുന്നവരുടെ എണ്ണം വളരെ കുറവാണ്. ജനങ്ങളെ പാപങ്ങൾ അത്തരത്തിലുള്ള സാമൂഹികമായ എഫക്റ്റുകളുണ്ട്. സാമൂഹികമായി അത് ബാധിക്കുമെന്നതിന്റെ ഏറ്റവും വലിയ തെളിവുകളാണിത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മാമിൻ ഖൗലിൻ യഖറു ഫീഹി റുഷ ഇല്ലാ ഉഖിദു ബിർറൂഹ്. കൈകൂലിൽ ഏതെങ്കിലും സമൂഹത്തിൽ വ്യാപകമാകുന്നുവെങ്കിൽ ടെൻഷൻ വർദ്ധിക്കുന്നു. നമ്മളിന്ന് കണ്ടുകൊണ്ടിരിക്കേണ്ടതല്ല, ഇതെല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് മഴ പെയ്യുന്നതിന്റെ മഴ പെയ്യിപ്പിക്കാനുള്ള ഒന്നാമത്തെ മാർഗം ഒരിടത്ത് കുഴിച്ചിട്ട് വെള്ളം കിട്ടിയില്ല എങ്കിൽ അടുത്തടുത്ത് കുഴിക്കലല്ല, കിണർ കുഴിച്ചിട്ട് കിട്ടിയില്ല എങ്കിൽ പിന്നെ കുഴൽക്കിണർ കുഴിക്കലല്ല, അതും കിട്ടിയില്ല എങ്കിൽ പിന്നെ പഞ്ചായത്തിന്റെയും മുനിസിപ്പാലിറ്റിയുടെയും വെള്ളത്തെ ആശ്രയിക്കുമല്ല, അതും കിട്ടിയില്ല എങ്കിൽ പിന്നെ ഭരണാധികാരികളെ ചീത്ത വിളിക്കലല്ല, മറിച്ച് അല്ലാഹുവിന്റെ റസൂൽ പരിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നു, ഇസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറാ യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറാ. നിങ്ങളുടെ റബ്ബിനോട് ഇസ്തിഗ്ഫാർ ചെയ്യുക. അതിനുള്ള വഴി കാരണം മുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങേണ്ടവൻ അല്ലാഹുവാണ്. പടച്ചവനാണ് മഴ ഭൂമിയിലേക്ക് വർഷിപ്പിക്കേണ്ടത്, അത് നമുക്ക് ഉപകാരപ്പെടുത്തി തരേണ്ടത്, അത് നമ്മൾക്ക് ജീവിതത്തിന് ഉയർന്ന നിലയിൽ തന്നെ ഉപയോഗപ്പെടുത്തി തരേണ്ടത് പടച്ചവനാണ്. അതുകൊണ്ട് നിങ്ങൾ അവരിലേക്ക് പാപത്തിൽ നിന്നും പശ്ചാത്തലത്തിൽ മടങ്ങിപ്പോയി മുറിച്ചിൽ സമാഹാരേക്കും കോരിക്കുന്ന മഴ നിങ്ങൾക്ക് അവൻ തരും. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന മഴയില്ലാതെ വരുമ്പോ മഴയത്ത് കഴിഞ്ഞ് നമസ്കരിക്കണം. ആ മഴയത്ത് നമസ്കാരം സൗകര്യമാണ്. പടച്ചവന്റെ മുമ്പിൽ തന്റെ വിനയം പ്രകടിപ്പിക്കലാണ്, ഇല്ലായ്മ പ്രകടിപ്പിക്കലാണ്, കഴിവില്ലായ്മ പ്രകടിപ്പിക്കലാണ്. ഒരു മനുഷ്യരും മൃഗങ്ങളും കുഞ്ഞുങ്ങളുമായി മൈതാനത്തിൽ നിന്ന് പടച്ചവന്റെ മുമ്പിൽ കഴിഞ്ഞിട്ട് ചോദിക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഇതിന്റെ പേരിലാണ്. രണ്ടാമത്തെ വഴി ഈമാനിന്റെയും തഖ്വയുടെയും വഴി തിരഞ്ഞെടുക്കലാണ്. ഈമാനിന്റെ വഴിയിലൂടെ സഞ്ചരിക്കുക. തഖ്വയുടെ വഴി അഥവാ നന്മകൾ ചെയ്യുകയും തിന്മകൾ ഉപേക്ഷിക്കുകയും ചെയ്യുന്ന വഴി നമ്മൾ തിരഞ്ഞെടുക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശത്തു നിന്നുള്ള മഴയുടെ അനുഗ്രഹത്തിന്റെ വഴികളും ഭൂമിയിൽ നിന്ന് നിങ്ങൾക്ക് വിഭവങ്ങളും ഞാൻ നൽകാമെന്ന് ولو أن أهل القرى آمنوا واتقوا لفتحنا عليهم بركات من السماء والأرض. നിങ്ങൾ ഈമാനിന്റെയും തഖ്വയുടെയും വഴി സ്വീകരിക്കാൻ യഥാർത്ഥ മുഅ്മിനീങ്ങളായി ജീവിക്കാൻ തയ്യാറായാൽ തിന്മകൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുകയും നന്മകളുടെ വഴിയിലൂടെ നിങ്ങൾ സഞ്ചരിക്കുകയും ചെയ്താൽ ആകാശത്തു നിന്നും ഭൂമിയിൽ നിന്നുമുള്ള ഐശ്വര്യത്തിന്റെ അനുഗ്രഹത്തിന്റെ വാതിലുകൾ നിങ്ങൾക്ക് തുറന്നു നൽകാം. ഐശ്വര്യത്തിന്റെ വാതിലുകൾ നിങ്ങൾക്ക് തുറന്നു നൽകാം. ബറകാത്തുമിനെ സമാനം പറഞ്ഞാൽ തഫ്സീറുകളിൽ മഫർ, അത് മഴയാണ്. ആകാശത്ത് ഇങ്ങോട്ട് കിട്ടാനുള്ള വർഷത്ത് അത് മഴയാണ്. ഭൂമിയിൽ നിന്ന് കിട്ടുന്നത് നബാത്തുള്ള ഭൂമിയിലെ സസ്യലതാദികളാണ്. ആ മഴ പെയ്യുമ്പോൾ ഭൂമിയിൽ സസ്യലതാദികൾ മുളയ്ക്കുകയും അതിൽ നിന്ന് നല്ല ഫലങ്ങൾ കിട്ടുകയും അതിൽ നിന്നുള്ള ജീവിതത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തുകയും ചെയ്യാം. അതിലൂടെ സന്തോഷകരമായ ജീവിതം നയിക്കാമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് സന്തോഷവാർത്ത അറിയിക്കുക. അതുകൊണ്ട് സഹോദരങ്ങളെ,
അള്ളാഹുവിന്റെ ഈ അനുഗ്രഹത്തെ നിലനിർത്താൻ, അള്ളാഹുവിന്റെ ഈ അനുഗ്രഹത്തെ നിലനിർത്താൻ നമ്മൾ ഒന്നാമതായി അനുഗ്രഹമാണെന്ന് മനസ്സിലാക്കണം. രണ്ടാമതായി ഈ ഗുണമായ അനുഗ്രഹം അതിന് നമ്മൾ അള്ളാഹുവിന്റെ ശുക്ർ